الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فقد قال الله سبحانه وتعالى في كلامه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض، ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്കൃഷ്ടരായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ റജാഅ് അൽ ഉദ്ധാരിദി റളിയല്ലാഹു അൻഹു മക്ക വിജയത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ആലിമായ ആബിദായ ഒരു മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, ജീവിതത്തിൽ പ്രവാചകനെ നേരിട്ട് കാണാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലായിരുന്ന അബൂ റജാഅ് അൽ ഉദ്ധാരിദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ബസ്രയിലായിരുന്നു. അങ്ങനെ റസൂലിന്റെ വിയോഗശേഷം അബൂ റജാഅ് അൽ ഉദ്ധാരിദി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ്. അദ്ദേഹം തന്നെ ആ സന്ദർഭം ഓർത്തെടുത്ത് പറയുന്നുണ്ട്: ദഖൽതുൽ മദീനത ഫറഅയ്തുൻ നാസ മുജ്തമഈൻ. ഞാൻ മദീനയിലേക്ക് കാലെടുത്ത് വെച്ചതും അവിടെ ഒരു ആൾക്കൂട്ടത്തെ കണ്ടു. വറഅയ്തു റജുലൻ യുഖബ്ബിലു റഅസ റജുൽ. ഒരു മനുഷ്യൻ ആ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് മറ്റൊരാളുടെ തലയിൽ ചുംബിക്കുന്നുണ്ട്. അദ്ദേഹം ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു: അന ഫിദാക ലൗലാ അൻത ഹലക്ന. ഞാൻ താങ്കൾക്ക് ബലിയാണ്, താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നശിച്ചു പോയേനെ. അബൂ റജാഅ് അൽ ഉദ്ധാരിദി റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഒരാളോട് ചോദിച്ചു: മനിൽ മുഖബ്ബിലു വൽ മുഖബ്ബലു. ആരെയാണ് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത്? പറയപ്പെട്ടു: ദാക ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യുഖബ്ബിലു റഅസ അബീ ബക്ർ റളിയല്ലാഹു അൻഹു ഫീ ഖിതാലി അഹ്ലി ഹിദ്ദ അല്ലദീന മനഉ സക്കാത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടത്തിലാണ് ചുംബിക്കുന്നത്. മതപരിത്യാഗികളോട്, അക്കാലത്തെ എക്സ് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ അദ്ദേഹം എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നെറ്റിത്തടത്തിൽ ഉമറുൽ ഫാറൂഖ് ചുംബിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച ഏറ്റവും കടുത്ത പ്രതിസന്ധികളിൽ ഒന്ന്, അറേബ്യയുടെ പല ഭാഗങ്ങളിലായി പല മുസ്ലിമീങ്ങളും അവർ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നതായിരുന്നു. റസൂലിന്റെ വിയോഗത്തെ കുറിച്ച് അറിഞ്ഞതും അവർ ഇസ്ലാമിക വൃത്തത്തിന്റെ പുറത്തേക്ക് ചാടി. മദീനയിലുള്ള സഹാബാക്കൾ, മക്കയിലും താഇഫിലുമുള്ള ആളുകൾ
ബഹ്റൈനിലെ ജുവാസ ഗ്രാമത്തിലുള്ളവർ, ഇവർ മാത്രമാണ് ആകെ റസൂലിന്റെ ഇസ്ലാമിൽ ചേർന്ന് നിന്നത്. പല ആളുകളും പല രൂപത്തിലാണ് ഇസ്ലാം ഉപേക്ഷിച്ചത്. അവരിൽ സകാത്ത് നൽകാൻ വിസമ്മതിച്ച ആളുകളുണ്ടായിരുന്നു. മറ്റ് ആരാധനാ കർമ്മങ്ങളൊക്കെയും ഞങ്ങൾ നിർവഹിച്ചോളാം, പക്ഷേ സകാത്തിന് ഞങ്ങൾ കൊടുക്കുകയില്ല. പക്ഷെ ചില ആളുകൾ വിഗ്രഹാരാധനയിലേക്ക് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞുപോയി. പ്രവാചകന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ തുടർന്ന് പ്രവാചകത്വം അവകാശപ്പെട്ടു വന്ന ചില എക്സ് മുസ്ലിമീങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ടു. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ, അസ്വദുൽ അൻസിയെ പോലെ, തുലൈഹ ബിൻ ഖുവൈലിദിനെ പോലെ, സജ്ജാഹ എന്ന സ്ത്രീ പോലും പ്രവാചകത്വം വാദിച്ച് രംഗത്ത് വന്നു. പല ആളുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ വേർപാടിനും മുതലെടുത്തുകൊണ്ട് പ്രവാചകത്വവാദവുമായി കടന്നു വന്നു. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് വലിയ കൊടിയ പ്രതിസന്ധിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം ഉണ്ടാക്കിയ മുറിവ് ഒരിടത്ത് മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന് ശേഷം അറേബ്യയിലെ പല ഭാഗത്തു നിന്നും പല ആളുകളും ഇസ്ലാം ഉപേക്ഷിച്ചത് മറുഭാഗത്ത്. സഹാബാക്കൾ പരിഭ്രാന്തരായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഗുരുതരമായ അവസ്ഥാവിശേഷം പ്രവാചകന്റെ നാട്ടിൽ ഉടലെടുത്തു. വിഷമകരമായ അതിനിർണായകമായ സന്ദർഭം. ആ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. ലമ്മാ തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർതദ്ദത്തിൽ അറബു വശ്റഅബത്തിൽ യഹൂദിയ്യതു വന്നസ്റാനിയ്യ വനജമൻ നിഫാഖു വസാറൽ മുസ്ലിമൂന കൽഗനമിൽ മതീറ. അറബ് ഒന്നടങ്കം അത് പ്രക്ഷുബ്ധമായി. യഹൂദിയത്ത് തലപൊക്കാൻ തുടങ്ങി. നസ്രാനിയത്തിൽ ഇസ്ലാമിനെതിരെ തുരങ്കം വെക്കാനുള്ള പണിയെടുത്തു. വനജമൻ നിഫാഖു, നിഫാഖ് പൂർവാധികം അത് താരോദയത്തോടുകൂടി ഉതിർത്തു വന്നു. വസാറൽ മുസ്ലിമൂന കൽഗനമിൽ മതീറതി ഫിൽ ലൈലത്തി ശാതിയ ലഫഖദി നബിയിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ജമഅഹുല്ലാഹു അലാ അബീ ബക്കർ. ആത്മീയ നായകന്റെ കാരുണ്യക്കടലായ റസൂലിന്റെ വിയോഗം സൃഷ്ടിച്ച അനാഥത്വത്തിൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു. കടും ശൈത്യമുള്ള മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ ഇടയമില്ലാതെ കാട്ടിൽ അകപ്പെട്ടുപോയ നനഞ്ഞ ആട്ടിൻകുട്ടിയെ പോലെയായിരുന്നു മുസ്ലിം ഉമ്മത്തിന്റെ ആ സ്ഥിതി വിശേഷം. ദിശയറിയാതെ തണുത്തു വിറച്ച് വന്യമൃഗങ്ങളുടെ മുന്നിൽ അകപ്പെട്ടു പോയ നിസ്സഹായരായ ആട്ടിൻകുട്ടത്തെ പോലെ മുസ്ലിം ഉമ്മത്ത് ഭയപ്പാടിലും സംഘർഷത്തിലും സങ്കടത്തിലും ഒരുങ്ങിത്തീർന്നു. അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരു സന്ദർഭം, ഒരു നിമിഷം പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഇല്ലായ്മയെ കുറിച്ച് ചിന്തിക്കാൻ സഹാബെ കിറാമുകൾക്ക് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തെ തുടർന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ എണ്ണം ഇരട്ടിയായി അധികരിച്ച വേളയിൽ, മുസ്ലിമീങ്ങളുടെ എണ്ണം തുലവും കുറവായ വേളയിൽ, പേമാരി വർഷിച്ച രാത്രിയിൽ കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ പോലെയായിരുന്നു മുസ്ലിം ഉമ്മത്ത് എന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തന്നെ പറയുന്നത് ഏതെങ്കിലും ഒരു ആലങ്കാരികമായ അറബി പ്രയോഗത്തിലൂടെ അല്ല. യാഥാർത്ഥ്യത്തെ, അതിന്റെ യാഥാർത്ഥ്യ ബോധത്തെ മുസ്ലിം ഉമ്മത്തിന് മുന്നിൽ അത്രമേൽ വരച്ചു ചേർക്കുകയായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല. മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. കഅന്നഹും ബിഅസാ മതീറത്തിൻ ഫീ ഖഫശിൻ ഫീ ലൈലത്തിൻ മതീറത്തിൻ ബിഅർദിൻ മുസ്ബിഹ. ഊരിട്ട് നിറഞ്ഞ വനാന്തരത്തിൽ വന്യമൃഗങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോയ മാൻപേടകളെ പോലെയായിരുന്നു മുസ്ലിം ഉമ്മത്ത് എന്ന് ആയിഷ റളിയല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രവാചക വിയോഗത്തിന് ശേഷം മുസ്ലിം ഉമ്മത്ത് അകപ്പെട്ടു പോയ സ്ഥിതിവിശേഷത്തെ വരച്ചു ചേർക്കാൻ ഈ രണ്ട് സഹാബെ കിറാമുകളുടെ വർത്തമാനം മാത്രം മതി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അതിനിർണായകമായ സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു മനുഷ്യനെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുന്നു. പ്രതിസന്ധിയുടെ നിലയില്ലാക്കയത്തിൽ ആഴ്ന്നു മുങ്ങിക്കൊണ്ടിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ കൈ പിടിക്കുന്നതിന് വേണ്ടി അപകടകരമായ ഒരു ദുരന്തത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അടിയുറച്ച വിശ്വാസമുള്ള, സമർപ്പണബോധമുള്ള, അങ്ങേയറ്റത്തെ തത്വയുടെ ഉടമസ്ഥനായ, പ്രതീക്ഷ നൽകുന്ന ഒരു മനുഷ്യൻ രംഗത്ത് വരികയാണ്. അദ്ദേഹത്തെ കണ്ടാൽ അങ്ങേയറ്റത്തെ ദുർബലനാണ്, മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ള,
ഞരമ്പ് പൊട്ടിയ മുഖമുള്ള, താടിരോമങ്ങൾ കവിളിൽ വളരെ കുറച്ചു മാത്രമുള്ള, കൺകുഴികൾ തെളിഞ്ഞു കാണുന്ന ജട പിടിച്ച സാത്വികനായ ഒരു മനുഷ്യൻ. ദുർബലനാണ് എന്ന് അദ്ദേഹത്തെ കണ്ടാൽ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ ഈമാൻ അടിയുറച്ചതായിരുന്നു, അചഞ്ചലമായിരുന്നു. തന്റെ ഇടമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേരാണ് പ്രവാചകത്വ കാലത്തെ എക്സ് മുസ്ലിമീങ്ങളുടെ വലിയ ബഹളത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സാത്വികനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് ഇബ്നു അബീ ഖുഹാഫ. മുസ്ലിം ഉമ്മത്തിന്റെ കൈപിടിച്ചുയർത്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉമ്മത്തിന് കൈപിടിച്ചുയർത്തുന്ന അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ സഹാബത്ത് ഖലീഫയായി ബൈഅത്ത് ചെയ്തത്. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കളെ അടിച്ചമർത്താൻ മാത്രം ഖിലാഫത്താനന്തര എണ്ണപ്പെട്ട ദിനങ്ങൾ അദ്ദേഹത്തിന് മതിയായതായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തതിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവാണ് സത്യം, ലൗലാ അന്ന അബൂബക്കർ ഉസ്തുഖ്ലിഫ മാ ഉബിദല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ജസീറത്തുൽ അറബിൽ, അറേബ്യയിൽ അല്ലാഹുവിനെ ആരാധിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സന്ദർഭത്തെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും. മുഴുവൻ ആളുകളും ഇസ്ലാം ഉപേക്ഷിച്ചേനെ. നിരാശയില്ലാത്ത മനുഷ്യൻ, വിഷണ്ണനായി നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാം അനുഭവിച്ച പ്രതിസന്ധികളെ അങ്ങേയറ്റം ഈമാനോടുകൂടി അദ്ദേഹം നേരിടുകയാണ്. സകാത്തിനിമേൽ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞവരോട് യുദ്ധം ചെയ്യണമെന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുന്നു. ധീരനിൽ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള ഒരു വേള വന്ന് പറയുന്നുണ്ട്, തഅല്ലഫിന്നാസ വറഫഖു ബിഹിം, താങ്കൾ ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്, ആളുകൾ ഇസ്ലാമിൽ കൈയൊഴിയുന്ന സമയമാണ്. അബൂബക്കർ, താങ്കൾ കുറച്ച് ദയാവാത്സല്യം കാണിച്ചാലും ആളുകളൊക്കെ ദീനപേക്ഷിക്കുന്ന വേളയിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ചേർത്ത് പിടിക്കേണ്ട സന്ദർഭമാണിത്, താങ്കൾക്കൊന്ന് കരുണ കാണിച്ചുകൂടെ? ധീരനിൽ ധീരനായ ഉമറാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റജൗതു നസ്റതക യാ ഉമർ വജിതനി ബിഖിദ്ലാനി, ഈ നിർണായകമായ സന്ദർഭത്തിൽ താങ്കൾ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ താങ്കളും എന്നെ വഞ്ചിക്കുകയാണോ? അജബ്ബാറുൻ ഫിൽ ജാഹിലിയ്യത്തി ഖവ്വാറുൻ ഫിൽ ഇസ്ലാം, അല്ല ഉമർ, താങ്കൾ ജാഹിലിയത്തിലായിരുന്നപ്പോൾ അറിയപ്പെടുന്ന ധൈര്യശാലിയായിരുന്നു, വില്ലാളി വീരനായിരുന്നു താങ്കൾ. പക്ഷേ ഖവ്വാറുൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഒരു നിർണായകമായ പ്രതിസന്ധിയുടെ അരികിൽ വെച്ച് താങ്കൾ ഭീരുവായി മാറുകയാണോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. നിർത്തിയില്ല. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാദാ അസൈത അൻ അതഅല്ലഫഹും, ഞാൻ എങ്ങനെയാണ് ഈ എക്സ് മുസ്ലിമീങ്ങളെ ആകർഷിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത്? ഉമർ, ബിശ്ശിഅരിൻ മുഫ്തഇലിൻ ഔ ബിസിഹ്രിൻ മുഫ്തറ, കവിത ചൊല്ലി ഞാൻ അവരെ കൂടെ കൂട്ടണോ? അതല്ല, ഇനി താങ്കൾ പറയുന്നത് ഞാൻ വല്ല സിഹറും കാണിച്ചുകൊണ്ട് വല്ല മാജിക്കും കാണിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തണമെന്നാണോ താങ്കൾ പറയുന്നത്? ഹൈഹാത്ത് ഹൈഹാത്ത്, അബൂബക്കറിൽ നിന്ന് താങ്കൾ ഇത് പ്രതീക്ഷിക്കേണ്ടതില്ല, അബൂബക്കറിൽ നിന്ന് ഉമറെ താങ്കൾ ഇത് പ്രതീക്ഷിക്കേണ്ടതില്ല. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, സ്വലാത്തിനും സകാത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിച്ച ഒരു ജനതയോട് ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്തം വിട്ട് കേട്ട് നിൽക്കുകയാണ്. വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖാതൽതുഹും അലാ മൻഇഹി, ഇപ്പോൾ പിറന്നു വീണ ഒട്ടകത്തിന്റെ കുഞ്ഞ്, ആ ഒട്ടകത്തിന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ നിങ്ങളിടുന്ന ആ കയറുണ്ടല്ലോ, വളരെ നിസ്സാരമായ ദുർബലമായ ഒന്ന്, ഇനാഖ് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബൈത്തുൽ മാലിലേക്ക് ഇതുവരെ നൽകാൻ നിങ്ങൾക്ക് ഒരു വൈമനസ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇനി നൽകാൻ നിങ്ങൾക്ക് വിസമ്മതമുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അബൂബക്കർ അങ്ങനെ പ്രഖ്യാപിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തന്റെ വർത്തമാനം ചെലവായില്ലെന്ന് മനസ്സിലായി. സഹാബാക്കൾക്കും അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്ഥൈര്യം മനസ്സിലായി.
അവർ അബൂബക്കറിന്റെ കൂടെ നിന്നു. ആ പ്രതിസന്ധിയെ അതിശക്തമായി ധൈര്യസമേതം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൈകാര്യം ചെയ്തു. ജനങ്ങൾ ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്ന കാലത്ത്, ഉപേക്ഷിക്കുക എന്നത് അലങ്കാരമായും അഭിമാനമായും അവതരിപ്പിക്കുന്ന എക്സ് മുസ്ലിമീങ്ങളുടെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വലിയ പ്രസക്തിയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അബൂബക്കർ റളിയല്ലാഹു തന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത് വളരെ ചെറിയൊരു വാചകത്തിലൂടെയാണ്. ഇന്നഹു ഖദ് ഇൻഖതഅൽ വഹി, വഹി നിലച്ചുപോയി ഉമർ. വതമ്മദ്ദീൻ, ഈ ദീൻ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അത് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അയൻഖുസുദ്ദീൻ വഅന ഹയ്യുൻ, ഞാൻ ജീവനോടുകൂടി ഇരിക്കുന്ന കാലത്ത് ഈ ദീനിന് കുറവ് വരുത്താൻ, പോറലേൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞത്. എക്സ് മുസ്ലിമീങ്ങളുടെ കാലത്ത് ഈ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് സാധിക്കണം. നമ്മൾ ഉണ്ടായിരിക്കെ ദീനിന് കുറവ് വരാൻ പാടില്ല എന്നത് വിശ്വാസികളുടെ നമസ്കാരം പോലെ, അവരുടെ അദ്കാറുകൾ പോലെ, അവരുടെ തിലാവത്തുകൾ പോലെ, അവരുടെ സുന്നത്തായ കർമ്മങ്ങൾ ഓരോന്നും പോലെ അവരുടെ ബാധ്യതയായിട്ടാണ് വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിന്റെ മുസ്ലിം ഉമ്മത്തിനുമെതിരെ ഭൗതികമായി, ആശയപരമായി ഒട്ടനവധി വെല്ലുവിളികൾ ഉയർത്തപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം പുറത്തു നിന്നുള്ള വിമർശനങ്ങൾക്കപ്പുറം നമ്മുടെ സമുദായത്തിൽ ജനിച്ചു വളരുകയും പിന്നീട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇസ്ലാമിനെതിരെയുള്ള ആയുധമായി മാറുകയും ചെയ്ത ഒരു വിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിൽ സജീവമായിരിക്കുന്നു. ഒരു മതസമൂഹത്തിലും അങ്ങനെ ഒരു നാമകരണം പോലുമില്ല. മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു വളർന്ന് അതിന്റെ അട്ടിപ്പേർ അവകാശം മുഴുവൻ അനുഭവിച്ചിട്ട് അതിന്റെ പേര് വാലിൽ ചേർത്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന പേരിലാണ് ഈ കൂട്ടായ്മകൾ പരിചയപ്പെടുത്തുന്നത്. മറ്റു മതങ്ങളിൽ നിന്നോ മറ്റു വിശ്വാസങ്ങളിൽ നിന്നോ വഴിപിരിഞ്ഞു പോകുന്ന ആളുകൾ എക്സ് ക്രിസ്ത്യൻ എന്നോ എക്സ് ഹിന്ദു എന്നോ പറഞ്ഞ് കൂട്ടായ്മകളോ പ്രചാരണങ്ങളോ നടത്താറില്ല എന്നിടത്താണ് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഈ ഒരു ലേബലിൽ സമൂഹത്തിൽ അഭിരമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേവലം ഒരു യുക്തിവാദ ചിന്തയോ വിശ്വാസം കൈവിടലോ മാത്രമല്ല ഇത്തരം ആളുകളുടെ ലക്ഷ്യം. മറിച്ച് അതിന്റെ പിന്നിൽ വളരെ ശക്തമായ ഗൂഢമായ വംശീയ അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലണ്ടനിലെ മണ്ടനിൽ നിന്ന് നമ്മൾ പഠിച്ചത്. നമ്മുടെ നാട്ടിലെ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. എല്ലാവിധ മുസ്ലിം വംശഹത്യകളെയും പിന്തുണയ്ക്കലാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളുടെ പണി. മതമില്ലായ്മയോ യുക്തിവാദമോ പറയുന്ന ഇവർക്ക് മുസ്ലിം ഉമ്മത്തിനെ വേട്ടയാടുന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമായ സംഘപരിവാർ അവർക്ക് പ്രിയപ്പെട്ടവരാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് ഗസയിലെ മുസ്ലിമീങ്ങളെ നിരപരാധികളെ കൊന്നെടുക്കുന്ന സയനിസ്റ്റുകൾ ഇവരുടെ ഏറ്റവും വലിയ തീന്മേശയിലെ വിഭവസമൃദ്ധമായ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായി അവർക്ക് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് ക്രൂരമായ വംശീയ ശക്തികളോടും ചേർന്ന് നിൽക്കുക എന്നതാണ് അത്തരം എക്സ് മുസ്ലിങ്ങളുടെ നിലപാട്. മനുഷ്യർ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, മതങ്ങൾ വ്യത്യസ്ത ആശയങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആരിഫ് ഹുസൈൻ പറഞ്ഞ ആയത്ത് വിശുദ്ധ ഖുർആനിലില്ല. പക്ഷേ ആരിഫ് ഹുസൈനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഊന ഫിൽ അർളി ഫസാദ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ തുനിഞ്ഞിറങ്ങുകയും ഭൂമിയിൽ അരാജകത്വവും കുഴപ്പവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതിന് ലണ്ടനിലാണെങ്കിൽ ലണ്ടനിൽ, ചൈനയിലാണെങ്കിൽ ചൈനയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ആളുകൾ അവർക്കുള്ള പ്രതിഫലം എന്ത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിദ്വേഷമുണ്ടാകുന്ന ആളുകൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കഠിനമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതിന്റെ ആയത്തിന്റെ അവസാന വാചകത്തിൽ ലഹും ഖിസ്യുൻ ഫിദ് ദുനിയ, അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ വലിയ നിന്ദ്യതയും അപമാനവും ഉണ്ടാകും. ഇവിടെ സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ എല്ലാ ആഴ്ചതോറും നടക്കുന്ന ഈ കളക്ഷൻ പരിപൂർണമായി എല്ലാ സഹോദരങ്ങളുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പള്ളിയിലെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ പള്ളിയിലെ ദൈനംദിന കാര്യങ്ങൾക്കോ അല്ല നമ്മൾ ചെലവഴിക്കുന്നത്. നമ്മുടെ സഹായഹസ്തം പ്രതീക്ഷിച്ചിരിക്കുന്ന നിരവധി സാധുക്കൾ അത് കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ നൽകുന്നത്. ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ അത് മുഖേന നിർവഹിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആത്മാർത്ഥമായി ചെലവഴിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല പറയുന്നു ലഹും
ഖിസ്യുൻ ഫിദ് ദുനിയ, അവർക്ക് ദുനിയാവിൽ വലിയ അപമാനമുണ്ട്. അള്ളാഹുവിന്റെ ഈ വചനം ഒരുപക്ഷെ എത്രമാത്രം ബോധ്യമാണ് എന്ന്, എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലണ്ടൻ നഗരത്തിൽ വെച്ച് ജനങ്ങൾക്കിടയിൽ നാണം പെട്ട് അപഹാസ്യനായി പോയ ഒരു എക്സ് മുസ്ലിമിന്റെ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ, മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇസ്ലാമിനെതിരെയും മുസ്ലിമുകൾക്കെതിരെയും നിരന്തരമായി വംശീയ അജണ്ടകൾ പ്രചരിപ്പിച്ചിരുന്ന ആള് സമൂഹത്തിലെ മനുഷ്യർ മുഴുവൻ നാണം കെടുന്ന നിലയിൽ ആഗോളതലത്തിലെ ഒരു നാണം കെട്ടവനായി അവൻ മാറിയത് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ സാക്ഷാത്കാരമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി ഖുർആനിൽ ഇല്ലാത്ത വചനങ്ങൾ പോലും സ്വന്തമായി കെട്ടിച്ചമച്ചുണ്ടാക്കാൻ ഇത്തരം ആളുകൾക്ക് ഒരു മടിയുമില്ല എന്ന് മനുഷ്യ സമൂഹത്തിന് ബോധ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അത് നേരിട്ട് കണ്ടു. വിശുദ്ധമായ ഖുർആൻ അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിലൂടെ വലൗ ശിഅ്നാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ആ ദൃഷ്ടാന്തങ്ങൾ വഴി നാം ഔന്നത്യം നൽകുമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ. അയാൾ സ്വന്തം മണ്ണിലേക്ക് ഒട്ടിക്കളയുകയും സ്വന്തം ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്തു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ആ മനുഷ്യന്റെ ഉപമ ഫമസലുഹു കമസലിൽ കൽബ്, ഒരു നായയുടെ ഉപമ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. വിശുദ്ധ ഖുർആൻ പറയുന്നു ദാലിക മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ. അതിനെ ആട്ടിയോടിച്ചാലും അത് കിതച്ചുകൊണ്ട് നാക്ക് നീട്ടും. നിങ്ങൾ അവനെ വെറുതെ വിട്ടാലും അത് കിതച്ചുകൊണ്ട് നാക്ക് നീട്ടിക്കൊണ്ടിരിക്കും. അറിവും വിവേകവും വിറ്റ് കേവലം ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക മതവിശ്വാസത്തിനെതിരെ വംശീയ അജണ്ട വെച്ച് പുലർത്തുന്ന ആ മനുഷ്യനെ വിശുദ്ധമായ ഖുർആൻ ഉപയോഗിക്കുന്നത് നാണം കെട്ടിട്ടും കിതച്ചുകൊണ്ട് നിൽക്കുന്ന അത്യാഗ്രഹിയായ നായയോടാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു ദാലിക മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയവന്റെ ഉപമ അത് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ആദർശം, വിശ്വാസം, അത് നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. ഭീമാകാരമായ ചരാചരങ്ങൾക്ക് സാധിക്കാത്ത അമാനത്ത്. പർവ്വതങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൃഷ്ടികളിൽ ഏൽപ്പിക്കാൻ നോക്കിയ അമാനത്ത്, ആ അമാനത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഏറ്റെടുത്തു കഴിഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിലയും അവന്റെ മൂല്യവും അവന്റെ അന്തസ്സും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിലയിൽ, ഇസ്ലാമാകുന്ന മൂല്യത്തിൽ ഒരു പോറൽ സംഭവിക്കുന്നതിന് വിശ്വാസിയായ മനുഷ്യൻ ഒരിക്കലും അനുവദിച്ചുകൂടാ എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിരാശയുടെ പാറക്കെട്ടുകളെ തകർത്തെറിയുന്ന വിധത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു വർത്തമാനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം വിദ്വേഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് പറയാൻ അത്തരം വർത്തമാനമാണുള്ളത്. മഹാനായ അബൂബക്കർ പറഞ്ഞു വല്ലാഹി ലഉഖാതിലന്നഹും മസ്തംസക സൈഫു ഫീ യദി. എന്റെ കയ്യിൽ വാൾ പിടിക്കാനുള്ള ആവതുള്ള കാലത്തോളം ഞാൻ അവരോട് യുദ്ധം ചെയ്യും. വലൗലം യകുഫിൽ ഖുറാ ഗൈരി. ഈ മദീനയിൽ, ഈ നാട്ടിൽ ഞാൻ മാത്രമേ വിശ്വാസിയായിട്ട് അവശേഷിക്കുന്നുവെങ്കിൽ പോലും ആ പോരാട്ടത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്ന അബൂബക്കർ സിദ്ദീഖിന്റെ ഉറച്ച തീരുമാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എക്സ് മുസ്ലിമീങ്ങളുടെ ബഹളത്തിൽ നിന്നും വിപ്ലവത്തിൽ നിന്നും ഒരു കാലത്ത് മുസ്ലിം ഉമ്മത്തിനെ സഹായിച്ചിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പോരാളികൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാലം ആവശ്യപ്പെടുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഫവല്ലാഹി മഖ്തലഫൂ ഫീ നഖതത്തിൻ. സഹാബയെ കിറാമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന് ശേഷം ഏതെല്ലാം വിഷയങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇല്ലാ താറ അബീ ബിഹദ്ദിഹാ വഇനാദിഹാ വഫദ്ലിഹാ. എന്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പരിഹരിക്കാൻ മുമ്പിലുണ്ടായിരുന്നു. സഹാബകളെ ചേർത്ത് പിടിച്ചിരുന്നു. ചിത്രതയിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയിരുന്നു. ഐക്യത്തോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടാൻ എന്റെ പിതാവ് പണിപ്പെട്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. നിരന്തരമായി ആസൂത്രണങ്ങൾ നടത്തി, ഉമ്മത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മത്സരിച്ചു, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായ ആസൂത്രണം നടത്തി. അബൂബക്കർ റളിയല്ലാഹു തആല ഉറക്കമടിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായി പണിയെടുത്തു.
അതാണ് തുടക്കത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഉമർ പറയുന്ന വാചകം, ലൗലാ അൻത ലഹലക്ന, അല്ലയോ അബൂബക്കർ, താങ്കളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നശിച്ചു പോയേനെ. നാം ഈ ഉമ്മത്തിലെ അബൂബക്കർമാരായി തീരേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദേശം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മുൻകാലങ്ങളെക്കാൾ ശത്രുക്കൾ കൂടുതൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം, ഇസ്ലാമിനെതിരെ കുതന്ത്രങ്ങൾ നിലഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് സമൂഹത്തിലെ സർവ്വ മേഖലകളിലും പല ആളുകൾ ഇസ്ലാമിന്റെ വാലുകൊണ്ട്, അതിന്റെ പേരിട്ടുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഷെയ്ഖ് അബുൽ ഹസൻ അലിയുൽ ഹസനി അന്നദവി റഹ്മഹുല്ലാഹ്, ദാർശനികനായ പണ്ഡിതൻ, മുസ്ലിം ഉമ്മത്തിന്റെ ഒരു കാലത്ത് പോയി മറഞ്ഞ പണ്ഡിതൻ, വിനഷ്ടമായ ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിൽ ഇസ്ലാം ഉപേക്ഷിച്ച ആളുകൾ പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല ആളുകളും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉപേക്ഷിക്കുന്നു. പക്ഷേ മതപരിത്യാഗത്തെ നേരിടാൻ മുസ്ലിം ഉമ്മത്തിൽ ഒരു അബൂബക്കർ ഇല്ലല്ലോ എന്ന പരിഭവമാണ് യഥാർത്ഥത്തിൽ മഹാനായ അലി മിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി മുന്നോട്ട് വെച്ചത്. പ്രബോധകർ എന്ന നിലയിൽ, പോരാളികൾ എന്ന നിലയിൽ, മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ഈ ഉമ്മത്തിന് കാവൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കുണ്ട്. എന്റെ കുടുംബത്തിൽ അനിസ്ലാമികത വന്നു ചേരുന്നുണ്ടോ? എന്റെ നിലപാടുകളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധ നിലപാട് വന്നു ചേരുന്നുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കെ എന്റെ ഇസ്ലാമിന് പോറലേൽപ്പിക്കുന്നുണ്ടോ എന്ന ആഴത്തിലുള്ള ചിന്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മതിക്കേണ്ടതുണ്ട്. ഇന്നൽ ഇസ്ലാം ലൈസ മുജറദ ഇന്തിസാബ്, എന്റെ കുടുംബത്തിൽ പണ്ഡിതനുണ്ട് എന്നതുകൊണ്ട്, എന്റെ വാപ്പ വലിയ ശൈഖായിരുന്നു എന്നതുകൊണ്ട് അതല്ല നിങ്ങളുടെ മതം. ഇന്നൽ ഇസ്ലാം ലൈസ മുജറദ ഇന്തിസാബിൻ, നിങ്ങളിൽ പണ്ഡിതന്മാരുണ്ട് എന്നത് മതത്തിന്റെ പാരമ്പര്യമല്ല, മറിച്ച് മതവിശ്വാസം പാരമ്പര്യമായി തീരുമ്പോൾ അത് കേവലം അവകാശവാദമായി മാറും. പ്രവാചകന്റെ നിയോഗത്തോടുകൂടി എക്സ് മുസ്ലിമീങ്ങളായ ആരിഫിനെ പോലെ കുടുംബത്തിൽ ഉമ്മ നല്ല ഭക്തയായിരുന്നു എന്നതുകൊണ്ട് അതല്ല നിങ്ങളുടെ ദീനിന്റെ മാനദണ്ഡം. ഇസ്ലാമിനെ അതിന്റെ ആത്മാവോടുകൂടി, അതിന്റെ ചൈതന്യത്തോടുകൂടി, അതിന്റെ കാമ്പോടുകൂടി ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇസ്ലാം ഇഹലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിരിക്കും. സൂറത്ത് യാസീനിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, തന്റെ ജനതയുടെ അനിസ്ലാമികതയുടെ പേരിൽ പരിഭവിച്ച് അവസാനം അതേ മാർഗത്തിൽ ഈ പ്രവാചകന്മാർക്ക് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാവേണ്ട ആ മനുഷ്യൻ സ്വർഗത്തിന്റെ കവാടത്തിൽ ചവിട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്റെ സമൂഹം ഈ ദീനിനെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് സ്വർഗത്തിന്റെ ആദ്യ പടവ് ചവിട്ടുമ്പോൾ തന്നെ അദ്ദേഹം ഓർക്കുന്ന ഒരു ഓർമ്മയെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികമായ ഉത്തരവാദിത്വമല്ല, ദീനിനെ പരലോകത്തേക്ക് അതിന്റെ അന്തസ്സത്തെ ചോരാതെ, അതിന്റെ ചൈതന്യം നഷ്ടപ്പെടാതെ ദീനിനെ നമ്മുടെ സ്വർഗത്തിലേക്ക് ഒരു പാലം പണിയാൻ പ്രിയപ്പെട്ട സഹോദരൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന് കാവലാളായി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരുപറ്റം ആളുകൾ വന്നു, വലിയ സംസ്കാര സമ്പന്നർ എന്ന് കരുതുന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കൊള്ളാം, പക്ഷേ ഞങ്ങളോട് നമസ്കരിക്കാൻ പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇന്നഹു ലാ ഖൈറ ഫീ ദീനിൻ ലാ സ്വലാത്ത ഫീ, നമസ്കാരമില്ലാത്ത എന്ത് ഇസ്ലാം, സകാത്തില്ലാത്ത എന്ത് ഇസ്ലാം, നിങ്ങളുടെ ഷഹാദത്ത് കൊണ്ട് ഇസ്ലാം അത് പൂർണ്ണത പ്രാപിച്ചു എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. നമസ്കാരവും സകാത്തും ഇല്ലാത്ത എന്ത് ഇസ്ലാം? പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ നമസ്കാരത്തെ കുറിച്ച്, നമ്മുടെ ദീനിന്റെ പൂർണ്ണതയെ കുറിച്ച് നമുക്ക് എത്ര ആത്മവിശ്വാസമുണ്ട്? മതവിശ്വാസമില്ലാത്ത മുസ്ലിമിന് നമുക്കിടയിലുണ്ട്, നമസ്കരിക്കാത്ത മുസ്ലിമിന് നമുക്കിടയിലുണ്ട്, എക്സ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗവും നമുക്കിടയിലുണ്ട്. പരിപൂർണമായ ഇസ്ലാം മാത്രമേ ഉള്ളൂ. നമസ്കാരമില്ലാത്ത ഇസ്ലാം ഇല്ല, ഹിജാബില്ലാത്ത ഇസ്ലാം ഇല്ല. അനന്തരാവകാശത്തിന്റെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാം, ആ ഇസ്ലാം അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടില്ല. ഈ ഇസ്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വ്യാജ ഇസ്ലാമുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നമസ്കാരമില്ലാത്ത മുസ്ലിമുകൾക്കിടയിൽ, ഹിജാബിനെ വലിച്ചെറിയുന്ന മുസ്ലിമുകൾക്കിടയിൽ, സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ വേറിട്ട ആവിഷ്കരണങ്ങൾ കൊണ്ടുവരുന്ന മുസ്ലിമുകൾക്കിടയിൽ ആ ഇസ്ലാമും എന്റെ ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ട സഹോദരൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനോട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. ഒരു പ്രവാചകൻ
മടുത്തിട്ട് ഒരു സമൂഹത്തോട് പറഞ്ഞ വർത്തമാനമായി വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. വഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅൻ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. നിങ്ങളെന്നല്ല, ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങളും ഇസ്ലാം ഉപേക്ഷിച്ചാലും, നിങ്ങൾ എന്തെല്ലാം ബഹളമുണ്ടാക്കിയാലും അല്ലാഹുവിനൊരു കുറവും ഉണ്ടാവില്ല. ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. അല്ലാഹു തആല ധന്യനാണ്, അവൻ സ്തുത്യർഹനാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ആരെയും ഇസ്ലാമിലേക്ക് ചേർത്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ ഈ അർത്ഥത്തിൽ ഇസ്സത്തോടുകൂടി ഇസ്ലാമിനെ ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൈഫ തനാമുൽ ഐന മിൽ അജ്ഫൂനിഹാ അലാ ഹബവാത്തിൻ ഐഖദത് കുല്ല നാഇമി. വിശ്വാസിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന്റെ നാനാഭാഗത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് നാം കണ്ണു നിറയെ കിടന്നുറങ്ങാൻ കഴിയുക എന്ന് കവി ചോദിക്കുന്നത് പോലെ അസ്വസ്ഥമാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അസ്വസ്ഥമായതുപോലെ, അബൂബക്കർ സിദ്ദീഖ് അസ്വസ്ഥമായതുപോലെ, ഉമറിന്റെ മനസ്സ് ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകുമ്പോൾ അസ്വസ്ഥമായതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ മനസ്സും അസ്വസ്ഥമാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന, ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആർജവത്തോടുകൂടി നിലകൊള്ളുന്ന, ഈമാനിന്റെ കരുത്തോടുകൂടി നമ്മുടെ ദീനിനെ നിലനിർത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഗണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ